രാഷ്ട്രീയ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്തായിരുന്നു? പ്രശ്നങ്ങൾ പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനിങ്ങനെയൊന്നും ആവുമെന്ന് വിചാരിച്ച ആളല്ല. ഇങ്ങനെ രാഷ്ട്രീയത്തിൽ നിന്ന് മത്സരിച്ച് MLA ആയി മന്ത്രിയായി അല്ലെങ്കിൽ സ്പീക്കറാവും അങ്ങനെയൊന്നും അത്രയും വിചാരിക്കാനുള്ളൊരു ഇതില്ലായിരുന്നു. നമ്മുടെ കപ്പാസിറ്റി അത്ര ഒന്നും ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ അതങ്ങനെ യാദൃശ്യമായിട്ട് വന്ന് പെട്ടത്, അല്ലാതെ ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നത് MLA ആയി അല്ലെങ്കിൽ മന്ത്രിയായി അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു യാദൃശ്ചികത. എൻ്റെ ജീവിതത്തിലൊരു പ്രശ്നം വന്നത് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ മരണമാണ്. ഞാൻ കേരളമായി പഠിക്കുന്ന സമയത്താണ്, സെക്കൻഡ് BA പഠിക്കുന്ന സമയത്താണ് അച്ഛൻ മരിക്കുന്നത്. നമ്മുടെ കോളേജിൽ യൂത്ത് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അച്ഛൻ അന്ന് എസ്റ്റേറ്റിലെ തൊഴിലാളി അവിടുത്തെ. അപ്പോൾ അന്ന് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയം അവസാനിപ്പിച്ച് നമ്മുടെ എസ്റ്റേറ്റിൽ അച്ഛൻ്റെ പകരം പണിക്ക് ചേരാൻ വേണ്ടി ഞാൻ പോയതാണ് അവിടുന്ന്. കോളേജിലെ പഠനമൊക്കെ അവസാനിപ്പിച്ച് അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കോളേജിൽ നിന്നുള്ള SFIയുടെ ഭാരവാഹികളെല്ലാം കൂടി വന്ന് എന്നെ അന്ന് ഞാൻ യൂണിറ്റ് സെക്രട്ടറി, എന്നെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിക. വീണ്ടും ഒരു മാസത്തിന് ശേഷം ഞാൻ അവിടെ ഏകദേശം പണിക്ക് ചേർന്ന പോലെ ഏതാണ്. അപ്പോൾ അവിടുന്ന് പിന്നെ അവർ നിർബന്ധിച്ചിട്ടാണ് വീണ്ടും എന്നെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ അന്ന് അവിടെ സ്റ്റേറ്റിൽ തൊഴിലാളിയായിട്ട് ചേരുമായിരുന്നെങ്കിൽ അവിടെ അങ്ങനെ തൊഴിലാളിയായിട്ട് നിൽക്കുമായിരുന്നു. ഇങ്ങനെ ഈ പ്രതിപക്ഷം ഇറങ്ങി പോകാന്നാണോ നമ്മൾ എന്നും കേൾക്കണേ? അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പിന്നെ എനിക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു വെച്ചാൽ, ഞാൻ അസംബ്ലി ചെന്നതിന് ശേഷം, ഞാൻ മന്ത്രിയായതിനു ശേഷവും ചീഫ് വിപ്പ് ആയിരിക്കുന്ന സമയത്തും മെമ്പർ എന്നുള്ള നിലയ്ക്ക്, അസംബ്ലി മെമ്പർ എന്നുള്ള ഞാൻ ത്രൂ ഔട്ട് അസംബ്ലി പ്രൊസീഡിങ്സ് ശ്രദ്ധിക്കുമായിരുന്നു. അത് ഞാൻ കുറച്ച് കാലം ചെന്നുള്ളെങ്കിൽ പോലും അത് ആ പ്രൊസീഡിങ്സൊക്കെ ശ്രദ്ധിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കുറച്ച് ആ കാര്യത്തിലുണ്ട്. അപ്പോൾ എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് അതൊരു എക്സ്പീരിയൻസ്, മറ്റേ അക്കാഡമിക്കൽ ക്വാളിഫിക്കേഷൻ കൊണ്ടല്ല അത് നമ്മളെ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്കത് അങ്ങനെ അതാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഉള്ളത്. അതെ, കേരളത്തിലുണ്ടായിട്ടുള്ള നിയമസഭാ സ്പീക്കേഴ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്പീക്കറാണ് അല്ലെങ്കിൽ ഏറ്റവും ഈ സ്പീക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വ്യത്യസ്തരായിരുന്നു. ഓരോ ആൾ പിന്നെ നമുക്കൊരു റോൾ മോഡൽ എന്ന് പറയാൻ പറ്റില്ല. അവർക്കൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആംഗിളിലാണ്. എല്ലാവർക്കും ഓരോ കഴിവുകളാണ്. ശങ്കരനാരായണൻ തമ്പി തൊട്ട് പിന്നെ തെറമ്പിൽ വരെയുള്ള എൻ്റെ സീനിയേഴ്സ് ആളുകൾ, അവരൊക്കെ വ്യത്യസ്ത കഴിവുള്ള ആളുകളാണ്. എല്ലാവർക്കും ഒരു സ്ഥലമില്ലെങ്കിൽ വ്യത്യസ്ത കഴിവുണ്ടാവും. അങ്ങനെ ഒരു എക്സ്ട്രാ ഓർഡിനറി പിന്നെ കഴിവ് സ്പീക്കർ എന്നുള്ളതിലേക്ക് കാണിക്കാൻ പറ്റില്ല. റൂൾസ് ഓഫ് പ്രൊസീജിയർ അനുസരിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ അപ്പുറത്തും ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാലും ഇവരെ മുഴുവൻ ഇതൊരു കൺട്രോൾ ചെയ്യുക എന്നുള്ളതൊരു ഏറ്റവും വലിയ സംഭവമല്ലേ? സ്പീക്കർ എന്ത് ചെയ്തു എന്നാണ് പിറ്റേ ദിവസം രാവിലെ പേപ്പറിൽ വരുമ്പോൾ. അതിൽ പലപ്പോഴും എന്നോട് പലരും ചോദിക്കാണ്, ഈ ഇറങ്ങിപ്പോവല്ലോ പ്രതിപക്ഷം, അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുമ്പോഴാണല്ലോ ഇറങ്ങിപ്പോകുന്നത്. അനുമതി നിഷേധിക്കുന്നത് എപ്പോഴും സ്പീക്കറാണ്. അപ്പോൾ സ്പീക്കർക്ക് അത് അനുവദിച്ചാൽ പോരെ, എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ എന്ന് അല്ലേ സാധാരണ ആളുകൾ എന്തിനാ സ്പീക്കർ നിഷേധിച്ചുകൊണ്ടാണല്ലോ അത് ഇറങ്ങിപ്പോകേണ്ടി വന്നത്, അയാൾക്ക് അങ്ങ് അനുവദിച്ചാൽ പോരെ. എന്നോട് പലരും ചോദിച്ചു, നിങ്ങൾക്ക് അതങ്ങ് അനുവദിച്ചാൽ പോരെ, പിന്നെ അവർ ഇറങ്ങിപ്പോകില്ലല്ലോ. അത് സ്പീക്കറുടെ ഒരു വിവേചനാധികാരം എന്നുള്ള രീതിയിൽ, സ്പീക്കർ എന്ന് വെച്ചാൽ ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഭരണകക്ഷിയോട് അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ ആദ്യം അവസരം കൊടുക്കും. അതിന് റിപ്ലൈ ചെയ്യാൻ ഭരണകക്ഷി പറയും. ഭരണകക്ഷി റിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പറയും, ഇത് അടിയന്തര പ്രമേയത്തിൻ്റെ പ്രാധാന്യമില്ല, പ്രസക്തിയില്ല, അതുകൊണ്ട് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് അവർ പറഞ്ഞു. അവർക്ക് റൈസ് ചെയ്യാനുള്ള അവസരം കൊടുത്തു, ഇവർക്ക് വിശദീകരിക്കാനുള്ള അവസരം കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭരണകക്ഷി പറയുകയാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പറയുന്നത് ഈ വിഷയം, ഇപ്പോൾ ഉദാഹരണത്തിന് പാഠപുസ്തകത്തിൻ്റെ കാര്യം, ഗവൺമെൻറ് റിപ്ലൈ ചെയ്തുകൊണ്ട് പറഞ്ഞു ഇത് ഈ വിഷയം സഭയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഇറങ്ങിപ്പോക്കില്ല. അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് ചർച്ച ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അത് ത്രൂ അവർ പറയല്ല, സ്പീക്കർ എൻ്റെ മുഖത്തു നിന്നാണ് അത് പറയുക. മന്ത്രിയുടെ വിശദീകരണം, അല്ലെങ്കിൽ ഏത് മന്ത്രിയാണ്, ഏത് കൺസേൺ ആ മന്ത്രിയുടെ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രശ്നം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് സ്പീക്കർ അനൗൺസ് ചെയ്യാണ് വെറുതെ. പക്ഷേ കേൾക്കുന്ന ആളുകൾ വിചാരം സ്പീക്കറാണ് അനുവദിച്ചത്. പിറ്റേ ദിവസം പത്രത്തിൽ അങ്ങനെയാണല്ലോ അവർ, സ്പീക്കർ അനുമതി നിഷേധിച്ചതിൻ്റെ ഫലമായിട്ട് പോയി. ഒരു സ്പീക്കർക്ക് ഏറ്റവും ഒരു തരണം ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ശരിക്കും എങ്ങനെയായിരിക്കും, എന്തായിരിക്കും? മിക്കവാറും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയം വരുന്നത് ഈ റൂൾ 50 അനുസരിച്ചുള്ള അടിയന്തര പ്രമേയം വരുന്ന സമയത്ത് ഒരു പ്രശ്നം തന്നെയാണ്. അത് ആ ഒരു പർട്ടിക്കുലർ ടൈം കടന്നു കിട്ടാൻ ഇത്തിരി പ്രയാസം. അങ്ങനെയുള്ള ചില സംഭവങ്ങൾ നമ്മൾ അറിയാതിരിക്കുന്ന സമയത്ത് ചിലതൊക്കെ വന്നു വീഴും. നമ്മുടെയൊക്കെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്ത് ചില വിഷയങ്ങൾ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള ഡിസിഷൻ ആ സമയത്ത് എടുത്തില്ലെങ്കിൽ, കാരണം ഭരണകക്ഷിയെ തൃപ്തിപ്പെടുത്തും വേണം, പ്രതിപക്ഷത്തിനെ പിണക്കാനും പാടില്ല.
രണ്ട് കൂട്ടരെയും തൃപ്തിപ്പെടുത്തി കൊണ്ടുപോകുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണല്ലോ. അതെ. അപ്പോൾ അതിൻ്റെ ഒരു മെയ്വഴക്കം നമ്മൾ കാണിച്ചില്ലെങ്കിൽ അപ്പോഴാണ് പല സ്ഥലത്തും സ്പീക്കർമാർക്കെതിരായി കൊണ്ട് അവിശ്വാസം വരുന്നുണ്ട്. അവിശ്വാസ പ്രമേയം സ്പീക്കർ ചിലപ്പോൾ പക്ഷം പിടിക്കും, ഭരണകക്ഷിക്ക് ഏകപക്ഷീയമായിട്ട് ഭരണകക്ഷിയോടൊപ്പം നിൽക്കും. അങ്ങനെ വരുന്ന സമയത്ത് പ്രതിപക്ഷം മിക്കവാറും പിന്നെ സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഭരണകക്ഷിനെ അവോയ്ഡ് ചെയ്തിട്ട് ചിലപ്പോൾ പ്രതിപക്ഷത്തിന് മാത്രം ഫേവർ ചെയ്തിട്ട് നിൽക്കുന്ന സമയം ഉണ്ടാവും. കാരണം പ്രതിപക്ഷത്തിനെ കൂടുതൽ വിഷമിപ്പിക്കേണ്ട, അവരുടെ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ഭരണകക്ഷി നമുക്കെതിരാവും. അങ്ങനെയൊക്കെ സംഭവം. പാർട്ടിക്കുള്ളിൽ ഭിന്നതയുണ്ടെന്ന് നമ്മൾ പേപ്പറിൽ നിന്ന് വായിച്ചിട്ടും അങ്ങനത്തെ ഇതിൽ വരില്ല. പക്ഷെ രണ്ട് ആൾക്കാർക്കും താങ്കളെ വളരെ സമ്മതമാണ്. താങ്കളുടെ സ്റ്റാൻഡ് എവിടെയാണ്? ഇപ്പം ഞാൻ നിഷ്പക്ഷനായിട്ടാണെന്നാണ് പിന്നെ അത് നിയമസഭ അകത്ത് എപ്പോഴും പാർട്ടിയുടെ ഒരു പാർട്ടി എന്ന് പറയുന്നത് ഒരു ഏതെങ്കിലും വ്യക്തി എടുക്കുന്ന തീരുമാനമല്ല. പാർട്ടി ഒരു ഡിസിഷൻ എടുക്കും. അത് ശരിയും തെറ്റുണ്ടാവും. ചിലപ്പം പാർട്ടി എടുത്തൊരു ഡിസിഷനിൽ തെറ്റ് ശരിയുണ്ടാവും. ഞാൻ പാർട്ടി എടുക്കുന്ന ഡിസിഷൻ്റെ കൂടെ എപ്പോഴും നിൽക്കാറുണ്ട്, പക്ഷം പിടിക്കാറില്ല. പാർട്ടി എടുക്കുന്നൊരു ഡിസിഷൻ ഉണ്ട്, അതനുസരിച്ച്. ഈ തിരക്കിനിടയിൽ കുറച്ച് സമയം ഇവിടെ തോന്നൂക്കര വന്ന് ഞങ്ങളോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും പിന്നെ താങ്കളുടെ ഇവിടുത്തെ ഒരു ലൈഫ് ഉണ്ടല്ലോ, ചേലക്കരയിലെ ലൈഫും ഒരു പേഴ്സണൽ ലൈഫിലേക്ക് എത്തി നോക്കാൻ ഞങ്ങൾക്ക് പറ്റിയത് വളരെ സന്തോഷമുണ്ട്. ഇനിയും കാണാം സർ. ഓക്കെ, താങ്ക് യു ഫോർ